നോമ്പ് തുറക്കാനോ അല്ലെങ്കിൽ ഈ ചൂടത്ത് കുടിക്കാനോ റോസ് സിറപ്പ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് അടിപൊളി ഡ്രിങ്കിന്റെ റെസിപ്പി നോക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമുക്ക് ആദ്യം കുറച്ച് സബ്ജ സീഡ്സ് അല്ലെങ്കിൽ ചിയ സീഡ്സ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് സൈഡിലേക്ക് ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഞാനൊരു ചിയ സീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ആദ്യത്തെ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് നമുക്ക് കുറച്ച് മിന്റ് ലീവ്സ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തൊന്ന് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ റോസ് സിറപ്പ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ റോസ് സിറപ്പാണ് ചേർത്തിരിക്കുന്നത്. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല. അതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2 മുതൽ 3 ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തണുപ്പിച്ച സ്പ്രൈറ്റ് അല്ലെങ്കിൽ സോഡ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സ്പ്രൈറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വേറെ മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മൾ റോസ് സിറപ്പ് ഉണ്ടാക്കിയപ്പോൾ അതിലേക്ക് നന്നായിട്ട് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സബ്ജ സീഡ്സ് അല്ലെങ്കിൽ ചിയ സീഡ്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മിന്റ് ലീവ്സ് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റിഫ്രഷിംഗ് ആയിട്ടുള്ള റോസ് മൊഹിറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള സബ്ജ സീഡ്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 മുതൽ 3 ടീസ്പൂൺ വരെ റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എക്സ്ട്രാ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. കാച്ചി ചൂടാറി ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ് നമ്മൾ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം പാല് വേണോ അത്രയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ പാലൊക്കെ നല്ലൊരു പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ഈസി ആയിട്ടുള്ള നമ്മുടെ അടിപൊളി റോസ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ഒക്കെ നോക്കുക. കൂടുതൽ സിറപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു 2 ഡ്രിങ്കും എല്ലാവരും ട്രൈ ചെയ്യണേ.